ഹലോ ഗൈസ്, സുഖമല്ലേ? അപ്പോൾ ദിസ് ഇസ് ഡേ 10 ഓഫ് അവർ 30 days ഡെയിലി വ്ളോഗ് ചലഞ്ചാണ്. അടുത്തൊരു വ്ളോഗോടുകൂടെ ഞാൻ ഈസ്റ്ററിൻ്റെ വീഡിയോ ഞാൻ നിർത്തും, ഉറപ്പ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിച്ചിട്ട് എല്ലാവരും സൈഡായിരുന്നു. അപ്പം മമ്മിയാണെങ്കിൽ പണ്ടത്തെ ബോൾ ഐസ്ക്രീം ഇല്ലേ, അതുപോലത്തെ ഒരു മാംഗോൻ്റെ ഷേപ്പിലിരിക്കുന്ന ഒരു ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെടികൾ, പണ്ട് ഞാൻ കുഞ്ഞമ്മേൻ്റെ വീട്ടിൽ വരുമ്പം ഇവിടെ ചെടികളേ ഇല്ല. സോചേച്ചി വന്നതിന് ശേഷം ഈ വീട് ഫുള്ള് ചെടികളും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ട് നിറച്ച് വെച്ചേക്കുവാണ്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതാണ് എൻ്റെ സാബു മാമൻ. എൻ്റെ വീഡിയോയിലൊന്നും അധികം വന്നിട്ടില്ല, കാരണം മാമൻ ഇവിടെ എല്ലാം മിലിറ്ററിയിലാണ്. അപ്പം ലാസ്റ്റ് വന്നത് സാലു മാമൻ്റെ മാരേജിനാണ്. ഇപ്രാവശ്യം ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് വന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് തന്നെ വൈകിട്ട് പോവേണ്ട വന്നു. അപ്പം മാമൻ പോകുന്നതിൻ്റെ പിറകിൽ നിന്ന് നമ്മളും പോവുമായിരിക്കും. ആക്ച്വലി നമ്മളൊരു പാലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴത്തേനും ഞാൻ കാറിൽ കയറിയപ്പം ഏതോ കാലത്ത് വാങ്ങിച്ച ഒരു ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷ് ഇതാ കാറിൽ കിടക്കുന്നു. പിന്നെ കോളേജിൽ നമുക്ക് നെയിൽസ് ഒന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് നെയിൽ പോളിഷിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ പാലം ഇതാണ്. സത്യം പറഞ്ഞ പാലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ എത്ര ഓർത്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴത്തേനും ഇപ്പോഴായിട്ട് പണിത പാലമാകട്ടെ. അപ്പം ഈ പാലം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ എത്തിയപ്പോഴത്തേനും ഒരു മാംഗോ ബാറൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ദാണ്ട് ഒരു പണ്ടത്തെ നൊസ്റ്റാൾജിക് പുളിമുട്ടായില്ലേ, അതും അവിടെ ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഗീവ് അവേൻ്റെ കുറച്ച് മറ്റേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.